കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു റെസ്റ്റോറന്റിൽ അനാമിക അനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് വരുന്നേ. അപ്പൊ അനിയെ കണ്ടപടി തന്നെ നന്ദുവിന്റെ ഫ്രണ്ട്സ് പറഞ്ഞേ അനിയാണല്ലോ ഇരിക്കണേന്ന് പറയാണ്. പെട്ടെന്ന് നന്ദു അങ്ങോട്ട് നോക്കിയപ്പോ അനി അനാമികയോടെ ഇരിക്കുന്നുണ്ട്. ആദ്യം നന്ദുവിന് വെപ്രാളമൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഈ സമയം അനാമികയുടെ വല്ലാത്ത ദേഷ്യമായിരുന്നു. ഇവളെന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്നുള്ള രീതിയിലായിരുന്നു അനാമികയുടെ നോട്ടമൊക്കെ. കാരണം താനും അനിയായിട്ട് ഇച്ചിരി സ്വസ്ഥതയോട് സമാധാനമായിട്ട് സംസാരിക്കാനായിട്ട് വന്ന ആ സമയത്താണ് അവളുടെ വരവ് ഉള്ള സ്വസ്ഥയും കൂടെ നശിപ്പിക്കാനായിട്ട്. അനാമികയുടെ മുഖത്തെ ഇറിറ്റേഷൻ പെട്ടെന്ന് അനി ശ്രദ്ധിക്കുകയും ചെയ്തു. പക്ഷെ അനിയൊന്നും മൈൻഡ് ചെയ്തില്ല. ഹായ് അനിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് അനിയുടെ അരിയിലേക്ക് വരുവാണ്. പെട്ടെന്ന് അനി ഹായ് എന്ന് പറയാണ്. അല്ല നന്ദു, നീ എന്താ ഇവിടെ? അതെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം വന്നാ അപ്പോഴാണ് നിങ്ങളെ കണ്ടേ. ഞങ്ങൾ പതിവായിട്ട് ഇവിടെ വരുന്ന റെസ്റ്റോറൻ്റാന്ന് പറയാണ്. പിന്നീട് അനാമിയോട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കുക. അനാമി കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ നന്ദുവിന് അറിയാവുന്ന കാര്യമല്ലേ, കല്യാണം അല്ലേന്ന് പറയും. അപ്പൊ കല്യാണത്തിന് മറക്കാതെ വരണമെന്ന് പറയാം. ഇത് കേട്ടതും ആദ്യം ഒരു വെപ്രാളമൊക്കെ ഉണ്ടായി നന്ദുവിന്. നന്ദു പറഞ്ഞു കല്യാണത്തിന് ഞാൻ വരും, ഉറപ്പായിട്ടും വരും എന്നറിയാം. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്നെ ഹാപ്പി മാരിഡ് ലൈഫ് എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടതും അനിയൊന്ന് നന്ദുവിനെ ഒന്ന് നോക്കി. കാരണം നന്ദുവിന്റെ മുഖത്ത് സങ്കടം ഭാവം എന്തേലും ഉണ്ടോന്ന്. പക്ഷെ സങ്കടം ഉണ്ടേ പോലും നന്ദു അതെല്ലാം മനസ്സിലൊളിപ്പിച്ചു. നന്ദു അത് പുറമെ കാണിച്ചു പോലില്ല. ഒരു കാരണവശാലും അനാമികയോടോ അനിയുടെ മുന്നിൽ പതറില്ല. തന്റെ മനസ്സിൽ ഇനി ഇവരോടുള്ള സ്നേഹം ഉണ്ടെന്ന് ഒരിക്കലും തോന്നുക പോലും ചെയ്യരുത്. അനാമിക ഇങ്ങനെ സസൂക്ഷ്മം ഇങ്ങനെ നന്ദുവിനെ വീക്ഷിക്കുമായിരുന്നു. ഇനിയിപ്പൊ എല്ലാരും പറയുന്ന പോലെ ഇവളുടെ മനസ്സിൽ ഇനിയിപ്പൊ അനിയോട് പ്രണയമില്ലേ, അതോ തന്റെ തോന്നൽ മാത്രമാണോ, ഇവിടെ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. ഇത് കണ്ടപ്പോൾ നന്ദുവിന് മനസ്സിലാവുകയും ചെയ്തു തന്നെ നല്ലവണ്ണം വാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യം. പിന്നീട് എന്നാ ശരി നിങ്ങൾ സംസാരിച്ചിരിക്കാൻ പറഞ്ഞുകൊണ്ട് നന്ദും കൂടെ ഒരു തനി പറഞ്ഞു. അല്ല ഇവിടെ വന്നിരിക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന്. വേണ്ട കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചു, ഞങ്ങൾ അപ്പുറം ഇരുന്നോളാം എന്ന് പറയണം. അങ്ങനെ നന്ദു ഇന്ന് തന്റെ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറിപ്പോയിരിക്കുകയാണ്. പിന്നെ അവരോടൊപ്പം ഇരുന്ന് അനിയെ കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ജോളി അടിക്കുകയാണ്. കാരണം അനി കാണണം, തന്റെ മനസ്സിലൊരു വിഷമവും ഇല്ല അനാമികയും അനിയും തമ്മിൽ ഒന്നിക്കുന്നതില്. അതൊരു പക്ഷേങ്കില് ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാ നന്ദു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കാട്ടായ കണ്ടപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഇവള് തന്നെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ? പക്ഷേങ്കില് അനാമിക ഓർത്തു ഇനിയിപ്പോ തന്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ മാത്രമായിരുന്നു തോന്നേ. ശരിക്കും പറഞ്ഞ് ഇവൾക്ക് അനിയോട് ഇഷ്ടമില്ലാന്ന് തോന്നേ, അല്ലെങ്കിൽ അവള് ഫ്രണ്ട്സിനോടൊപ്പം ഇത്ര ജോളിയായിട്ട് ഇരിക്കത്തില്ലോ. ആകെപ്പാടൊരു കൺഫ്യൂഷൻ ആയിപ്പോ അനാമിക്ക്. നന്ദു ഈ പ്രവർത്തിയെല്ലാം കൂടെ ഫ്രണ്ട്സ് ചോദിച്ചു, അല്ല ഇത്രയോ സമയം നിനക്കില്ലാത്ത സന്തോഷം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായിരിക്കും? അതൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് അവര് ഭയങ്കര വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിക്കുകയാണ്. പക്ഷെ ഈ സമയം അനിയുടെ ഉള്ളിൽ വല്ലാത്തൊരു കരട് ഫീൽ ചെയ്തു. കാരണം തന്നെ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാന്ന് തോന്നുന്നത്. അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് അവൾ സങ്കടപ്പെട്ടിരിക്കേണ്ടതല്ലായിരുന്നോ? അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പോകാൻ നേരം എന്നാ ശരി ഞങ്ങൾ പോയേക്കുമെന്ന് പറഞ്ഞ് അവരും കൂടെ പോവാണ്. ഈ സമയം അനാമി ചോദിച്ചോ, അവൾ എപ്പോഴും നോക്കിയാലും ആമ്പിള്ളേരുടെ കൂടെയാണ് കൂട്ടം നോക്കിയ അനിയോട്. അനി പറഞ്ഞു അവളുടെ നേച്ചർ അങ്ങനെ തന്നെയാ, അവളെപ്പം നോക്കിയാലും അവളുടെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാ, അതുകൊണ്ടാണല്ലോ എന്നെ ഫ്രണ്ട് ആക്കിയെന്ന് പറയാം. അങ്ങോട്ട് അനാമയ്ക്ക് അത്ര അങ്ങോട്ട് സൂചിച്ചൊന്നുമില്ല. പിന്നീട് അവര് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം അനി വല്ലാത്ത സങ്കടത്തിലല്ല. അനാമി ചോദിച്ചു എന്ത് പറ്റി? നന്ദുവിനെ കണ്ടോണാണ് അനിയുടെ മുഖത്തൊരു സങ്കടമെന്ന് ചോദിക്കണം. അവളെ കണ്ട് ഞാൻ എന്തിനാ സങ്കടപ്പെടേണ്ട കാര്യം, അവൾ നല്ല ജോളി അടിച്ച് പോയത് കണ്ടില്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ്. അനി പറഞ്ഞു ധ്യാനാമിക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുമ്പ് അറിഞ്ഞിരിക്കുന്ന കാര്യം. ഇനിയിപ്പം നന്ദുവിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിലൊരു പ്രശ്നം വേണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണം ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം. ശരി ഞാൻ ഇനിയിപ്പോൾ ആരെക്കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയാം. അങ്ങനെ അനി വീട്ടിലേക്ക് വരുമോ. അനിക്കാണ് വല്ലാത്ത വിഷമം. അവിടെ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു അനിയുടെ മനസ്സെന്നറിയും. ഈ സമയം നന്ദു ഹൃദയം പൊട്ടിയ തിരിച്ചിറങ്ങി പോകുന്നേ. അനിയെ കാണിക്കാൻ വേണ്ടിയിട്ട് താൻ അങ്ങനെ കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടി. പക്ഷെ ആ സമയത്ത് തന്നെ നെഞ്ചുരുകുമായിരുന്നു. അത് തനിക്ക് മാത്രമല്ലേ മനസ്സിലാവൂ. എത്രയെന്ന് പറഞ്ഞാലും അനിയെ അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനായിട്ട് പറ്റില്ല. അങ്ങനെ അനിയെക്കുറിച്ചുള്ള ചിന്തയിൽ വളരെ സങ്കടപ്പെട്ട നന്ദു വീട്ടിലേക്ക് കയറി വരുന്നേ. ഈ സമയം ഗോവിന്ദ് ചോദിച്ചു എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് നിൽക്കും. ഒന്നുമില്ലച്ചാ, എന്തോ കാര്യമായിട്ട് ഉണ്ട്. എന്ത് പറ്റി? അനിയെ കണ്ടോ? അതെയോ ഇനിയിപ്പൊ നീ നിന്റെ നയനേച്ചെ കണ്ടോ? അവൾ വല്ലതും പറയോ എന്തെങ്കിലും ചെയ്തെന്ന് ചോദിക്കും. അങ്ങനെ ഒരു പ്രശ്നമില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം പോയത്. റെസ്റ്റോറൻറ്റിൽ പോയി ഒരു കോഫി കുടിച്ചിട്ടാ വരുന്നതെന്ന് പറയും. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ അച്ഛാന്ന് പറഞ്ഞ് ഞാൻ കയറി പോവാണ്. ഈ സമയം ഗോവിന്ദന് ഒരു കാര്യം മനസ്സിലായി. നന്ദുവിന് മനസ്സിൽ എന്തോ ഒരു കരട് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ. ഒന്നെങ്കിൽ അനിയെ കണ്ടു കാണുമായിരിക്കും. പക്ഷെങ്കിൽ അവളുടെ വിഷമം അവളിപ്പോൾ പുറത്ത് പറയുന്നില്ല. അവൾ വെറുതെ ഉള്ളിൽ ഒതുക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് ഒരു ചെറിയ ടെൻഷനൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്ന ജലജിക്കണം വല്ലാത്ത ദേഷ്യമാണ്. കാരണം കനക മുറിയിലുണ്ട്. കനകേനെ എങ്ങനെയല്ലേ അവിടെ നിന്ന് പുറത്തിയാടിക്കണം. പക്ഷെ അവള് പുറത്തിയാടിക്കാൻ നോക്കിയിട്ടാണെങ്കിലോ ഒരു രക്ഷയില്ല. അവൾ പുറത്തിയാടുന്ന ലക്ഷണം കാണുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു പണി കൊടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഈ സമയം
അങ്ങോട്ട് ദേവേന വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി നീ എന്താ കാര്യമായിട്ട് ആലോചിക്കുന്നേ ചോദിക്കും. എങ്ങനെ ആലോചിക്കാതിരിക്കും, ഏട്ടത്തേക്ക് ഇതുപോലെ അറിയണോ? എന്റെ മുറിയിലുണ്ട് ആ പെരിച്ചാഴി ഉണ്ടെന്ന് പറയണേ. പെരിച്ചാഴിയോ? അതെ, ആ കനകയുണ്ടല്ലോ അവളെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. രാത്രിയിലാണെങ്കിലോ അവളുടെ ഭർത്താവിനെ വിളിച്ചുള്ള കിന്നാരം, അതൊക്കെ കേട്ട് എനിക്ക് സഹി കിട്ടു. വേറെ മുറിയിൽ പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കുവോ? ഒരു പണി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവൾ എന്ത് ചെയ്യും ഇനി? അവളുടെ ആ മാള് ആദ്യം കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്ന സമയത്തും കിടന്ന ഒരു സ്റ്റോർ മുറിയില്ലേ, അവിടെ കൊണ്ടേ അവളെ ഇടണം എന്ന് പറയാം. ഇത് കേട്ടൻ ദേവേന്ന് പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ? നടക്കുന്ന കാര്യമാണെന്നോ? ഉറപ്പായിട്ട് അവിടെ കൊണ്ടുവരണം, അല്ലാതെ എനിക്ക് പറ്റില്ല. അവളുടെ സ്വഭാവം സഹിച്ച അവളെ മുറിയിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാന്. ഇനി അവളുടെ മോള് പ്രസവിക്കുന്ന കാലം വരെ അവളെ വീട്ടിൽ തങ്ങൂന്നാ തോന്നേ. അത്രയും നാളും ഞാൻ അവളെ ചുമക്കേണ്ടി വരും. എനിക്ക് എന്റെ കാര്യമൊന്നുമില്ല. അല്ല, ഏടത്തിയുടെ മരുമോളുടെ അമ്മയും കൂടെ അല്ലേ, അപ്പൊ ഏടത്തെയും കൂടെ വേണ്ടേ നോക്കാനായിട്ട്? ദേ, എനിക്ക് അതിന്റെ കാര്യമൊന്നുമില്ല. ഞാനും ചേട്ടനും സ്വസ്ഥതയുടെ സമാധാനത്തോടു കൂടി മുറി കഴിയുന്നേ. അതുകൊണ്ട് ഇനി അവളുടെ കാര്യം നോക്കാൻ എന്നെ കൂടെ പറ്റില്ല. നിന്നോടല്ലേ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യ, നീ തന്നെ അവളെ മുറി കടത്തിക്കോളാൻ പറയണം. ജലജിക്ക് ഇതൂടെ കിട്ടുമ്പോൾ നല്ല ദേഷ്യം വന്നു കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ എന്ന് പറയാണ്. അവൾക്കിട്ട് എങ്ങനെ ഒരു പണി കൊടുക്കും, അവളെ എങ്ങനെ പോച്ച് മുറിയിൽ നിന്ന് ചാടിക്കും? അങ്ങനെയൊക്കെ ഓർത്തോണ്ട് ജലജ മുറിയിലേക്ക് വരുവാണ്. ഈ സമയം കനക എന്ത് ചെയ്യാണ്, ജലജനെ കണ്ടതും ആ ബെഡിലേക്ക് അങ്ങോട്ട് കേട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി പാട്ടൊക്കെ പാടിയിട്ട്. ഇത് കണ്ടതും ജലജു, നീ എന്ത് പ്രാന്താ കനയെ കാണിക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കിടക്കുന്ന ബെഡേ കിടന്നാണ് ഡാൻസ് കളിക്കുന്നത്. അതെ, എന്താ കുഴപ്പമിരിക്കണേ? ഞാൻ ഡാൻസ് കളിച്ചെങ്കിലും ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കും. എനിക്കറിയാം നീ മനഃപൂർവ്വം എനിക്കിട്ട് പണി തരുന്നില്ലേന്ന് ചോദിക്കും. അതെ, മനഃപൂർവ്വം പണി തരുന്ന. അതെ, നീയേ ദേവേനോട് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നെ ഈ മുറിക്കകത്തുനിന്ന് പോയിച്ച് പുറത്തിയടിക്കണല്ലേ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അവൾക്ക് എന്നെ മുറിക്കകത്തുനിന്ന് പുറത്തിയടിക്കണം പോലും. അങ്ങനെയാണെങ്കിൽ ആദ്യം മുറിക്കകത്തുനിന്ന് പുറത്തു പോകുന്ന ആരെന്നറിയാവോ? നീ ആയിരിക്കും മുറിക്കകത്തുനിന്ന് പുറത്തു പോകുന്നേ. അല്ലാതെ എന്നെ ഈ മുറിക്കകത്തുനിന്ന് പുറത്തു പോകാൻ നോക്കണ്ട. ഇത് കേട്ടൻ ജലജ നാണം ഉണ്ട് കൂടി നിനക്ക്. ഈ മുറിക്കകത്ത് അവൾ അധികാരം സ്ഥാപിച്ച് കയറി കിടക്കുന്നു. എന്റെ ഔദാര്യത്തിനിടെ കിടക്കണേന്ന് പറയാ. ഓഹോ, അങ്ങനെയാണോ? ഇവിടെ ആരുടെ ഔദാര്യത്തിന്റെ കാര്യമൊന്നുമില്ല. അതെ, ഈ മുറി കിടക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ ജലജെ? നിനക്കില്ലല്ലോ. പിന്നെ നീ എന്തിനാ വേറെ എന്തിനാ വലിയ ഡിമാൻഡ് പറയേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് ഒരു ഡിമാൻഡ് പറയേണ്ട ആവശ്യമില്ല. നിനക്ക് വീട്ടിൽ നിൽക്കാൻ പോലുള്ള അർഹതയില്ല. ആ കാര്യങ്ങളൊക്കെ എന്നോട് നവ്യമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടൻ ജലജയുടെ മുഖം പെട്ടെന്ന് കൂടെ താന്നു. കാരണം ജലജയെ സംബന്ധിക്കുന്ന എന്തോ ഒരു വലിയ കാര്യം ആ കുടുംബത്തിലുണ്ട്. അത് മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുമുണ്ട്. ഇത് പറഞ്ഞ് ദേവേനെ നേരത്തെ കുത്തുകയും ചെയ്യായിരുന്നു. ഇപ്പൊ അത് നവ്യയ്ക്കും അറിയാം, അഭി പറഞ്ഞിട്ട്. അപ്പൊ ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആകപ്പെടെ പ്രാന്തി പിടിക്കുന്ന അവസ്ഥയായിപ്പോയി ജലജയ്ക്ക്. ജലജയോട് ഞാൻ കാണിച്ചിടുന്നുണ്ട്. ഞാൻ ഇന്നത്തോടുകൂടി നിന്നെ പൊറുതി കൊടുത്ത് ഞാൻ അവസാനിപ്പിക്കൂടി. ഈ ജലജാല നീ അറിയാൻ പോകുന്നുള്ളൂ, കണ്ടു എന്ന് പറഞ്ഞിട്ട് ജലജ തുള്ളിച്ചാടി അങ്ങോട്ട് പോവാണ്. ഈ സമയം കനക മനസ്സ് വിചാരിച്ചു, നീ ഇങ്ങോട്ട് വാടി, എന്നെ ഈ മുറിക്കകത്തുനിന്ന് പുറത്തെ അടിക്കാൻ നീ ഇങ്ങോട്ട് വന്നാൽ മതി. നീയല്ല, നിന്റെ ആര് വന്നു പറഞ്ഞാലും ഈ മുറിക്കകത്തുനിന്ന് ഞാൻ പുറത്തു പോകാൻ പോകുന്നില്ല. നീ വേണേ പുറത്തു പോകുന്നു പറയാ. ഈ സമയത്ത് ആദർശ് എന്ത് ചെയ്യാണ്, പുറത്തു പോയിട്ട് വരികയാണ്. പുറത്തു പോയിട്ട് വന്നപ്പോ നയന മുറിയിലുണ്ടായിരുന്നു. നയനയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. നയനയുടെ അരിയിലേക്ക് ചെന്നിട്ട്, അതെ, ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. കാര്യം? എന്ത് കാര്യം? അതൊക്കെയുണ്ട്, ഒരു സർപ്രൈസാ. ഞാനിതുവരെയായിട്ട് നിനക്ക് അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും വാങ്ങി തന്നിട്ടില്ല എന്ന് പറയണം. അല്ല, അതെന്താ ഇപ്പൊ പെട്ടെന്ന് എനിക്ക് അങ്ങനെ സർപ്രൈസ് ഒക്കെ തരാനായിട്ട്? എന്തോ എനിക്ക് തോന്നി നിനക്കൊരു ഗിഫ്റ്റ് ആണോന്ന്, അതുകൊണ്ടാന്ന് പറയാം. ഗിഫ്റ്റോ? എന്റെ ഗിഫ്റ്റ്? അതൊക്കെയുണ്ട്, അദ്ദേഹം കാണിക്കും. നീ ആദ്യം കണ്ണടയ്ക്കാൻ പറയണം. കണ്ണടയ്ക്കാനാ? അതെ. അങ്ങനെ നയന കണ്ണടച്ചു. കണ്ണടച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് തന്റെ കയ്യിലിരുന്ന് അതങ്ങടുത്ത് കാണിക്കുവാണ്. കണ്ണു തുറക്കാൻ പറയണം. നോക്കിക്കഴിഞ്ഞപ്പോഴത്തെ 2 കൊലുസ്, മണിയൊക്കെയുള്ള 2 കൊലുസ്. ഇത് കണ്ട നവ്യക്ക് ഭയങ്കര സന്തോഷമായി. ആദർശ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. നയന പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അന്നൊരു കാര്യം ചെയ്യാം, ഇത് നീ എടുത്തൊന്നും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറയാം. ഇതെടുപ്പം നയന ചോദിച്ചാൽ അതെന്ത് പറ്റി? എനിക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വരാനായിട്ട്? അല്ല, നിന്റെ കാലം ഞാൻ കൊലുസ് കണ്ടില്ല, അതുകൊണ്ട്. അപ്പൊ എനിക്ക് തോന്നി എനിക്കൊരു കൊലുസ് വാങ്ങി തന്നാലോന്ന്, അതുകൊണ്ട് ഞാൻ വാങ്ങിയതെന്ന് പറയണം. ആണോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, വാങ്ങിച്ചോണ്ട് വന്ന ആള് തന്നെ അത് കാലയിലേക്ക് അങ്ങോട്ട് അണിയിച്ചു തരാൻ പറയാം. ഇത് കേട്ടത് ആദർശ് ഒരു പരിഭ്രമം. അത് വേണോ? അതെന്താ കുഴപ്പം? വാങ്ങിച്ചോണ്ട് വന്നല്ലേന്ന് ചോദിക്കാം. ശരി, അവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ നയനെ അവിടെ ഇരുന്നു. എന്ന് കഴിഞ്ഞപ്പോ ആദർശ് പതുക്കെ ആ കാലിലേക്ക് അങ്ങോട്ട് ആ കൊലുസ് അണിയിക്കുകയാണ്. ഈ സമയം ആദർശ് ഓർത്തു, ഇവളുടെ കാലൊക്കെ കാണാൻ എന്നും മനോഹരം, എന്ത് നല്ല ഭംഗിയുള്ള കാല. പക്ഷെ താൻ ഇതിനു മുമ്പ് ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇവളുടെ മുഖം പോലും ശരിക്കും പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഇവളുടെ സൗന്ദര്യം പോലും താൻ ആസ്വദിക്കുന്നത്. അങ്ങനെ ആദർശ് പതുക്കെ കൊലുസൊക്കെ കാലിൽ അണിയിച്ച് അതിന്റെ സൗന്ദര്യം നോക്കുക. സൂപ്പർ ആയിട്ടുണ്ട്, നിന്റെ കാലിന് നന്നായിട്ട് അണങ്ങുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, അതെനിക്കും മനസ്സിലായെന്ന് പറയാം. അതെ, അധികം നീ അങ്ങോട്ട് പൊങ്ങൊന്നും വേണ്ടെന്ന് പറയാം. പിന്നെ ഞാനെന്തിനാ ഇപ്പൊ പൊങ്ങണേ? പിന്നീട് ആദർശ് പറഞ്ഞ്, അതെ, ഇത് ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, പക്ഷെ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അതെന്താ? എന്തെങ്കിലും കാര്യസാധ്യമാണെന്ന് ചോദിക്കും. കാര്യസാധ്യമൊന്നുമല്ല, പക്ഷെങ്കിൽ ഒരു കാരണവശാലും അമ്മ ഇത് അറിയരുത്. ഞാനാ നിനക്കിത് വാങ്ങി തന്നുള്ള കാര്യം. അതെന്താ? അമ്മ അറിഞ്ഞിട്ടാണ്, അമ്മയുടെ സ്വഭാവം അറിയാലോ. പിന്നെ അത് മതി ഇത് പറഞ്ഞുകൊണ്ട് ഇനി വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അമ്മയാണെങ്കിൽ ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇതിപ്പോ എവിടുന്നാന്ന് ചോദിച്ചാൽ നീ പറഞ്ഞാൽ മതി, നിന്റെ അമ്മ നിനക്ക് വാങ്ങി തന്നെന്ന്.
അല്ല ആദർശേട്ടാ, അതമ്മ വിശ്വസിക്കോ? വിശ്വസിച്ചോളും. എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞോളാം. ഞാനെങ്ങും വാങ്ങി കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞോളാം. അതെ, ഇച്ചിരി കള്ളത്തരങ്ങളൊക്കെ കാണിച്ചാലും പറയുകയും ചെയ്താൽ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അമ്മേനെ അമ്മായിമ്മേനെ അല്ല അമ്മേനെയും ഭാര്യനെ ഒരേ രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇടയ്ക്ക് കിടക്കുന്ന ഭർത്താവ് ഇച്ചിരി കള്ളത്തരങ്ങളൊക്കെ കാണിക്കണമെന്ന് പറയാം. ഇത് കേട്ടാ നയനെ പറഞ്ഞു, എന്തിനാ ആദർശേട്ടാ ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത്? അമ്മയോടുള്ള സത്യം തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാലിൽ ഈ കൊലുസ് പിന്നെ കാണില്ല എന്ന് പറയാ. അത് എന്നെക്കാളും കൂടുതലായിട്ട് നിനക്ക് അറിയാൻ മേലെ നിൽക്കും. അതെ, എനിക്കറിയാം. ഇനിയിപ്പം ഞാനായിട്ട് പറയാൻ പോകുന്നില്ല. ആദർശേട്ടന്റെ മനസമാധാനം കളയുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ട ആദർശന് സന്തോഷമായി. ശരിയെന്ന് പറഞ്ഞ ആദർശം കൂടെ ഇറങ്ങിപ്പോവാണ്. ഈ സമയം നയനെ മനസ്സിലാലോചിക്കുക, തന്നോട് അത്രമാത്രം ഇഷ്ടമുണ്ട് ഇപ്പം. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ചോണ്ട് തരുന്നത്. മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. തന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു. തന്റെ ഇഷ്ടങ്ങൾ എന്താണ് അനിഷ്ടങ്ങൾ എന്താന്ന് പോലും അറിയില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, തന്റെ ഇഷ്ടങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചെടുത്തത്. അങ്ങനെ നയന്റെ ഭയങ്കര സന്തോഷത്തില. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.